മറ്റത്തൂർ ഇഞ്ചക്കുണ്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. കാട്ടാനയുടെ മുൻപിൽപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പ്രദേശത്തെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം വിതച്ചത് വലിയ നാശനഷ്ടമാണ്. പുതുക്കാടുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിനായി പുലർച്ചെ 4-ന് റോഡിലേക്ക് എത്തിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ കാട്ടാനയെ കണ്ടതിനാൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞായറാഴ്ച രാത്രിയാണ് ഈ മേഖലയിൽ കാട്ടാനകൾ കൂട്ടമായി എത്തിയത്. രാത്രി എത്തിയ കാട്ടാനകൾ ഞായറാഴ്ച പുലർച്ചെ വരെയും മേഖലയിൽ തമ്പടിക്കുകയായിരുന്നു. പാട്കര ഷെരീഫ്, മുല്ലക്കുന്നിൽ ജോണി എന്നിവരുടെ കൃഷിയിടങ്ങളിലെ നിരവധി തെങ്ങും കവുങ്ങും കൂടാതെ ഇഞ്ചി കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു. എടത്തനാടൻ കൊച്ചുത്രേസിയുടെ വീടിന്റെ മുൻവശത്താണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വിവരമറിഞ്ഞ് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിലിന്റെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ, പ്രസിഡന്റ് ജോസഫ് കുപ്പപ്പിള്ളി, പിയൂസ് ഇഞ്ചക്കുണ്ട്, എ.ബി. പ്രിൻസ്, ആൻഡു ചെമ്മഞ്ചേരി, എഡ്വിൻ, നൌഷാദ്, ബൈജു, ബിജു, ഉമ്മർ എന്നിവർ സ്ഥലത്തെത്തി. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുവാനും തീരുമാനിച്ചു. മറ്റത്തൊരു പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ ഞാൻ 7ാമത്തെ പ്രാവശ്യം ഇപ്പം ഇഞ്ചക്കുണ്ടിൽ ഈ കാട്ടാന ശല്യത്തിന്റെ ഭാഗമായി നമുക്കൊരു അറിയിപ്പ് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. ഇവിടുത്തെ കാര്യം വളരെ കഷ്ടമായ സംഭവങ്ങളാണ് ഇഞ്ചക്കുണ്ട് മേഖലയിൽ നടന്നു വരുന്നത്. ഇവിടെ ആന സോളാർ വേലികൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് മാസങ്ങളോളമായിട്ടുണ്ട്. അതുവരെ ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിപ്പോൾ പട്ടാപ്പകല് പോലും ആന നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അത്തരം അടിക്കാടുകൾ പച്ചക്കാടുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ പുതുക്കാട് സ്കൂളിൽ പഠിക്കുന്ന +2-ന് പഠിക്കുന്ന ഒരു കുട്ടി പുലർച്ചെ 4 മണിക്ക് അവിടെ പിക്നിക്കിന് പോകാനായിട്ട് വള്ളി സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാൻ വേണ്ടി വന്ന ആ കുട്ടി ചെന്നപ്പെട്ടത് ആനയുടെ മുന്നിലാണ്. 4 ആനകളുണ്ടെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. അദ്ദേഹം എന്തോ അത്ഭുതകരമായാണ് ആൾ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു 5-8 കവുങ്ങും തെങ്ങുകളും നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വിധവയായ സ്ത്രീയാണ്. മക്കളുമില്ല, സംരക്ഷണത്തിനും മറ്റാരും ഇല്ലാത്ത ഒരു സ്ത്രീ ആനകളെ കണ്ട് ഭയന്ന് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന സംഭവം നമ്മളൊന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ ഭീതിയിലാണ് നിൽക്കുന്നത്. ഇന്നലെ തന്നെ ഇപ്പം ഈ KCBയുടെ വഴിവിളക്കും കൂടി ഇല്ലെങ്കിൽ ഇവിടെ മരണം ഇന്നലെ ഉറപ്പ് തന്നെയായിരുന്നു. നിരവധി പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ അധ്വാനിച്ചുണ്ടാകുന്ന ഇഞ്ചി കൃഷികൾ, കവുങ്ങ്, തെങ്ങ് മുതലായ നിരവധി സാധനങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ MLA ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വെള്ളിക്കുളങ്ങര മേഖലയ്ക്ക് പാസ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ വസ്തിക്ക് വരുന്നില്ല, ഇതിന് വേണ്ട നടപടികൾ എടുക്കുന്നില്ല. ഇവിടെയുള്ള ജനങ്ങൾ സംഘടന രൂപീകരിച്ച് നിരവധി